നിരന്തര പ്രയത്നം ജീവിതത്തിൽ വിജയങ്ങൾ കൊണ്ടുവരും എന്ന് നമുക്കറിയാം. അതിനൊരു ഉദാഹരണമാണ് ഇസഹാക്ക്. ഇസഹാക്ക് എന്ത് ചെയ്തെന്നറിയാമോ? ഗെരാർ ദേശം അഥവാ ഫെലസ്തീൻ ദേശത്തേക്ക് ചെന്ന് തൻ്റെ പിതാവായിരിക്കുന്ന അബ്രഹാമിന്റെ ദാസന്മാർ കുഴിച്ച കിണറുകളെ ഫെലസ്തീർ മണ്ണിട്ട് മൂടി. ആ കിണറുകളെ വീണ്ടും അവൻ എന്ത് ചെയ്യുന്നു? അതിനെ വീണ്ടും പണിയുന്നതായിട്ട്, കുഴിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ ആദ്യം അവരൊരു കിണർ കുഴിച്ചു. അതിനു വേണ്ടി വീണ്ടും വന്ന് ഫെലസ്തീർ അതിനോട് വാദിക്കുവാനായിട്ടിടയായി തീർന്നു. പിന്നെ അവൻ അവിടെ നിന്ന് മാറി വേറൊരു കിണർ കുഴിക്കുവാനായിട്ടിടയായി തീർന്നു. ഇങ്ങനെ പല കിണറുകൾ മാറി കുഴിച്ചു എങ്കിലും അവസാനം അവൻ വേറൊരു കിണർ കുഴിക്കുമ്പോൾ ആ കിണറിനെ കുറിച്ച് ശണ്ടയിടുവാനായിട്ട് ഗെരാർസിയർ കടന്നു വന്നില്ല, അഥവാ ഫെലസ്തീർ കടന്നു വന്നില്ല. അത് അവന്റെ ജീവിതത്തിൽ ഒരു രഹബോത്തായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവജനമേ, യുവതി യുവാക്കന്മാരെ, ജീവിതത്തിൽ വിജയത്തിന് വേണ്ടി അനേക പ്രാവശ്യം ഇസഹാക്കിനെ പോലെ കുഴിച്ചവരാണ്, കിണർ കുഴിച്ചവരാണ്, പരിശ്രമിച്ചവരാണ് നിങ്ങളെങ്കിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ദൈവം ഒരു രഹബോത്ത് ഒരുക്കിയിട്ടുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായിരിക്കും. ആ രഹബോത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുമ്പോൾ, ആ കിണർ നിങ്ങൾ കുഴിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു അനുഗ്രഹത്തിന് കാരണമായിരിക്കുമെന്ന് ഇന്ന് പകൽക്കാലം പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. അതെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു രഹബോത്ത് ഉണ്ടാകുവാൻ പോകുന്നു.